നമസ്കാരം. ഇന്ന് ജൂൺ 15, 2025 ഞായറാഴ്ച. ജൂൺ 15 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 166ാമത്തെ ദിവസമാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസവും MyFM 99.7 നിങ്ങളാം പൂക്കാലം നിങ്ങളോടൊപ്പം ചേരുന്നത്. കാരണം നമ്മളാം പൂക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ RJ അഖിലിൻ്റെ ജന്മദിനമായിരുന്നെങ്കിൽ ഇന്ന് ഖനിയുടെ ജന്മദിനമാണ്. MyFMൻ്റെ ആദ്യകാലം മുതൽ തന്നെ RJ ചാറ്റർജിക്കൊപ്പവും അല്ലാതെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട കലാകാരനാണ് ഖനി. RJ ഖനി മികച്ചൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗായകനാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഖനി ലൈവുമായി നമ്മളോടൊപ്പം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഖനിക്ക് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നടരാജൻ ബോണക്കാട് എന്ന ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി തന്നെ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. മികച്ചൊരു എഡിറ്ററും എഴുത്തുകാരനും അതോടൊപ്പം തന്നെ വിവർത്തകനുമൊക്കെയാണ് അദ്ദേഹം. നിറഞ്ഞ സ്നേഹത്തോടു കൂടി നടരാജൻ ബോണക്കാടിനും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഒപ്പം ഇന്നത്തെ ദിവസത്തെ ചില ചരിത്ര സംഭവങ്ങളിലൂടെ പോയാൽ 763 BC-യിൽ അസോറിയക്കാർ സൂര്യഗ്രഹണം രേഖപ്പെടുത്തി മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. 1215-ൽ ജോൺ ചക്രവർത്തി മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ഇതേ ദിവസമായിരുന്നു. 1667-ൽ ഡോക്ടർ ബീൻ ബാപ്റ്റിസ്റ്റ് ടെന്നീസിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ രക്തം മാറ്റിവെക്കൽ നടന്നത് ഇതേ ദിവസമായിരുന്നു. 1752-ൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിന്നലാണ് വൈദ്യുതി എന്ന് തെളിയിച്ചതും ഇതേ ദിവസമായിരുന്നു. ഒരു ജൂൺ 15-ന്റെ പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. 1996-ൽ മാഞ്ചസ്റ്ററിലുണ്ടായ ഭീകര ബോംബാക്രമണത്തിൽ 200-ലധികം പേർക്ക് പരിക്കുപറ്റിയ അപകടം സംഭവിച്ച ദിവസവും ഇന്നാണ്. ഇന്നത്തെ ദിവസമായിരുന്നു 1971-ൽ മലയാളത്തിന്റെ അഭിനേതാവ് ചലച്ചിത്ര നടൻ സത്യൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. സത്യന്റെ ചരമദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്ലീഷ് ബ്രോഡ്കാസ്റ്റ്. അത് ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റ് രണ്ട് പ്രത്യേകതകൾ. ഇന്ന് ജൂൺ 15 ലോക കാറ്റ് ദിനമാണ്. കാറ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 15 ലോക കാറ്റ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ, ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും മഹനീയമായ ഒരു പ്രത്യേകത, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അച്ഛന്മാരുടെ ദിവസമാണെന്ന്. നാം കൊണ്ട തണൽ അച്ഛൻ കൊണ്ട വെയിലായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മഴയുള്ള പുലരിയിൽ മനസ്സു നിറഞ്ഞ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവർക്കും ശുഭാശംസകൾ നേരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അത്ത കൊട്ടാരക്കരയിലുണ്ട്, സിറാജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത്തായെ ഓർക്കുന്നു. അതോടൊപ്പം ഓരോ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും മക്കളുടെ വിജയത്തിന് പിന്നിൽ എപ്പോഴും ഒരു അച്ഛൻ്റെ വിയർപ്പുണ്ടാകുമെന്ന ഓർമ്മയോടുകൂടി ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുകയാണ് ഓരോരുത്തർക്കും. ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജൂൺ 15 ഞായറാഴ്ചയാണ്. ഇന്ന് തിരുവോണം നക്ഷത്രമാണ്. 1200 മിഥുനം 1. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കവിത CK ഒറ്റപ്പാലത്തിന്റെ ജന്മദിനമാണ്. ഒപ്പം ECR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ PRO പാർവതി ശ്രീനന്ദനത്തിന്റെ ജന്മദിനമാണ്. ഒപ്പം ഇതൾ എന്ന പേരിൽ ഉള്ള അനീഷ മോഹന്റെ ജന്മദിനമാണ്. ഒപ്പം ഷീജയുടെ ജന്മദിനമാണ്. നിതിൻ ഷാ നാസർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ജന്മദിനമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ് ഏറെ സ്നേഹത്തോടു കൂടി. ഇന്നത്തെ ദിവസത്തിന്റെ ഏറെ നിറഞ്ഞ പ്രത്യേകതകൾ പങ്കുവയ്ക്കുമ്പോൾ നാം എപ്പോഴും അച്ഛന്മാരെ കുറിച്ചാണ്. നാം കൊണ്ട തണൽ അച്ഛൻ കൊണ്ട വെയിലായിരുന്നു എന്ന ഓർമ്മയും തിരിച്ചറിവിലൂടെ തന്നെ ഏറെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ദിവസത്തെ വാർത്തകളൊക്കെ നിങ്ങൾക്കറിയാം. ഓരോ ദിവസങ്ങളും നമുക്ക് കടന്നു പോകുമ്പോൾ ഇപ്പോൾ വിമാനാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ യുദ്ധത്തിന്റെ ഒരവസ്ഥയിലേക്കാണ് മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. തീർച്ചയായും MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ലൈവിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടുമുള്ള സ്നേഹം അറിയിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഓരോ വിശേഷ ദിവസങ്ങളും ബർത്ത്ഡേകളും ഒക്കെ നമ്മളുമായി പങ്കുവയ്ക്കുകയും ഇവിടെ
സോഫിദ നൌഷാദ് എത്തി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് 8:30 അതായത് നാട്ടിലെ 10 മണിക്ക് സെലൂട്ടിയുടെ ഷമ്മി കൊട്ടാരക്കരക്കാരൻ്റെ വീഡിയോ ലൈവ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഞാൻ ആശംസകളുമായി എത്തിയത്. തീർച്ചയായും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് മനോഹരമായൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മൈ എഫ് എമ്മിൻ്റെ ഈ ഒരു ലൈവ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. മികച്ച ദിനം ആശംസിച്ചുകൊണ്ട് പത്മ ചേച്ചിയും എത്തിയിട്ടുണ്ട്. പത്മ ചേച്ചിയും സോഫിയയ്ക്കും വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പങ്കുവയ്ക്കാം. ഇത് ജീവിതമാണ്, ബഹുജനം പലവിധം. ചിലരുടെ സാന്നിധ്യം നമ്മളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു, മറ്റു ചിലരാവട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ചിലരുടെ സാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാവൂ. അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും സംശയിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും. തീർച്ചയായും ശുഭദിനം നേരുകയാണ്. ഏറെ സ്നേഹത്തോടു കൂടി പത്മചേച്ചി പിറന്നാളാശംസകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പത്മചേച്ചി പറയുന്നത് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പിറന്നാളാശംസകൾ എന്നാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളുമായി കുറേ അധിക സമയം തന്നെ ലൈവിൽ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൂടുതൽ ആളുകളൊക്കെ എത്തുന്നതനുസരിച്ചും പത്മചേച്ചിയെ പോലെ മുമ്പ് മൈഎഫും വളരെ സജീവമായി ലൈവ് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അറിയാം. വായനാമുറി റീഡിംഗ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ മോർണിംഗിലൊക്കെ സ്ഥിരമായി ലൈവ് വരുന്നവരുണ്ടായിരുന്നു. തീർച്ചയായും പ്രവാസത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും മനോഹരമായ ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി മൈ എഫ് എമ്മിൻ്റെ പ്രിയപ്പെട്ട RJ ഖനിക്ക്, കവിതാ സിക്ക്, പാർവതി ശ്രീനന്ദനത്തിനും ഇതളിനും നിതിനും ഒപ്പം പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ മൈ എഫ് എമ്മിൻ്റെ മോർണിംഗ് ചിറ്റാറ്റ് അവസാനിക്കുന്നു. ദിസ് ഇസ് മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ RJ's ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.